എറണാകുളം കുമ്പളം നോർത്തിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. പഴവൂർ കിടാമംഗലം സ്വദേശി രാധാകൃഷ്ണനെയാണ് കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന സുരേഷ് എന്നയാൾ നീന്തി കരയ്ക്കെത്തിയിട്ടുണ്ട്. കാണാതായ ആൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ തെരച്ചിൽ നടത്താൻ പറ്റുന്ന സാഹചര്യമല്ലാത്തതുകൊണ്ട് നാളെയും അത് തുടരും. കാക്കനാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ശ്യാമകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, എറണാകുളത്ത് ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ്. ഉച്ചയ്ക്ക് ശേഷം അത് കുറെ കൂടി ശക്തമാവുകയും ചെയ്തു. ഇപ്പോൾ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴ ദുരിതം അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ പല ജില്ലകളിലും കനത്ത മഴ ദുരിതമാണല്ലേ? വിജയകുമാർ, ഇന്ന് മഴയേക്കാൾ ശക്തമായ കാറ്റാണ് എറണാകുളം ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. കാരണം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും കാറ്റിനെ തുടർന്ന് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും വീടുകൾക്ക് മുകളിൽ ഒക്കെ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും വാഹനങ്ങൾക്ക് മുകളിൽ വീഴുകയും ഒക്കെയാണ് ഈ അപകടങ്ങൾ ഇന്ന് എല്ലാ തരത്തിലും ഉണ്ടായത്. അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം കാക്കനാട് സെന്റ് ആന്റണീസ് ചർച്ചിന് സമീപത്ത് നിധിന്റെ വീട്ടിലെ കിണറിടിഞ്ഞു താഴുന്നത്. അതിനു മുൻപ് കുമ്പളത്ത് വള്ളത്തിൽ പോയ രണ്ടുപേരിൽ ഒരാളെ കാണാതാകുന്ന സ്ഥിതി ഉണ്ടായി. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രി കുറച്ചധികം നേരം തുടർന്നു. പക്ഷേ ശക്തമായ ഒഴുക്കും വലിയ കാറ്റും ഈ തിരച്ചിലിനും ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെ തുടർന്ന് ഈ തിരച്ചിലും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വന്ന ഇന്നലത്തെ ഒരു CCTV ദൃശ്യവും കാറ്റിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചിരുന്നു. പിറവത്തായിരുന്നു ആ സംഭവം. മെഡിക്കൽ സ്റ്റോറിലെ സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ ഉൾപ്പെടെയാണ് ആ കാറ്റിൽ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വലിയ തോതിലുള്ള കാറ്റ് ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അല്പസമയം മുമ്പ് കിട്ടിയ ഒരു വാർത്ത, തുതിയൂർ ഭാഗത്ത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നഗരസഭയിലെ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് മിക്കവാറും ഇന്ന് രാത്രിയിൽ തുറക്കുമെന്നുള്ളതാണ്. പല വീടുകളിലും ഈ തോടുകൾ കവിഞ്ഞ് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയും സ്ഥിതി മോശമായാൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്.